ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ എൻ്റെ നാടും എൻ്റെ വീടിനടുത്തുള്ള കാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുറച്ച് പഴയ ഓർമ്മകളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. യൂക്കാലി പ്ലാന്റ് ചെയ്തേക്കാണ്. അപ്പോഴത്തേക്ക് ഈ കാണുന്നത് കണ്ടാ നല്ല അടിപൊളിയാണ്. നേരി കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഒരു അരുവിയുണ്ട്. ഞാൻ ചെറുതിലേക്ക് ഇവിടെ വന്നിരുന്ന് ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് മുമ്പ് തേക്ക് പ്ലാന്റ് ചെയ്തേക്കുമായിരുന്നു. ഈ ഇടത് സൈഡിന്, വലത് സൈഡിന് യൂക്കാലി തന്നെ ആയിരുന്നു അന്നും. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഈ റോഡ് കാണിക്കുന്നത് ശാസ്താനട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അത്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ് കാണാനൊക്കെ. ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോയാൽ എത്തത്തില്ല. ആനയൊക്കെ ഉണ്ട്. അത് കാരണം എപ്പോഴാണ് ആനയുള്ളതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് ദൂരം വെറുതെ പഴയകാല ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മഴയായത് കാരണം ചെറിയ ഒരു മഴക്കോളും ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് മഴയല്ലായിരുന്നു, അതിൻ്റെ ഒരിതുണ്ട്. താഴെ ഭാഗത്ത് കാണുന്ന ആൾക്കാരൊക്കെ ഇന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെടുത്തിട്ട് അടിക്കും. ഇവിടെ നിന്നപ്പോൾ നല്ല സോപ്പിൻ്റെ മണമൊക്കെയാണ്. അത് കാരണം നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോ എടുത്തില്ല, നടന്നു പോവുകയാണ്. എൻ്റെ കൂടെ കുറേ പേരൊക്കെ ഉണ്ട്, മോനുണ്ട്. എല്ലാവരും ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ്. താഴെ നല്ല അരുവി കണക്ക് ചെറിയ ഒരു ചാലി കണക്ക് ഒഴുകി കൊണ്ടുവരികയാണ്. മഴ സമയത്തൊക്കെ ഇതിലേ കൂടെ നല്ല വെള്ളമാണ്. ഒരുപാട് പേര് കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇച്ചിരി കൂടെ പുറകിലോട്ട്, ഇത്രയും ദൂരമൊന്നും വരത്തില്ല കേട്ടോ. മുമ്പ് ഇവിടെയൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. റോഡ് ഇത്രയും നല്ലതും അല്ലായിരുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു റോഡായിരുന്നു. കാരണം ഈ ക്ഷേത്രത്തിൽ നമ്മൾ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് പോവാത്തത്. ഇപ്പോൾ ഈ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഈ നടന്നു പോകുന്നതിൻ്റെ വലത് സൈഡിൽ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വലത് സൈഡിൽ ഇതാണ് പറങ്കിമാവാണ് കേട്ടോ. അതായത് പറങ്കിമാവ് നിൽപ്പുണ്ട്. അവിടെ എപ്പോഴും ആനയൊക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട്. നമുക്കല്ല, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആനേനെ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഒന്ന് ഫ്രീ ആയിട്ട് നടന്നത്. ചൂരലും ഇപ്പോൾ ഉണ്ട്. ചൂരലാണ് ദാണ്ട ഈ നിൽക്കുന്നത്. ദാണ്ട താഴെ അരുവി കണക്ക് ചെറിയ വെള്ളം പോകുന്നത് കാണാം കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തിൽ മുന്നേ അങ്ങ് നടന്നു പോകും. ഞാൻ മാത്രമേ ഉള്ളൂ പുറകിലോട്ട്. ദേണ്ട കണ്ടോ കുരുമുളക്, കാട്ടിലെ കുരുമുളക്. മുന്നേ പേര കണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല പേരമരം ഇതായി കുരുമുളകാണ് കേട്ടോ. കാട്ടിലെ കുരുമുളകാണ്. നമ്മുടെ കുരുമുളകിൻ്റെ ഇലയിൽ അത്ര വലിപ്പമില്ല, എന്നാലും ഇച്ചിരി ചെറിയ അതിൻ്റെ ഇത് കണ്ടോ, ഇച്ചിരി നല്ല നീളത്തിലുള്ള അതിൻ്റെ ഇത് തൊത്ത് കണ്ടോ, നല്ല നീളത്തിലുള്ളതാണ്. ഇല ഇച്ചിരി ചെറുതാണ്. അത് പറിച്ച് കാണിക്കാഞ്ഞാൽ ഒന്നും ആയില്ല. കുരുമുളക് ചെറുതുപോലും വന്നില്ല. വെറുതെ പറിച്ച് പാഴിക്കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിക്കാഞ്ഞാണ്. ദേണ്ടേ കണ്ടോ, ചൂരൽ വീണ്ടും നിൽപ്പുണ്ട്. കുരുമുളകാണ് കേട്ടോ അത്. ചൂരലും കുരുമുളകും ഒക്കെ ഉണ്ട്. പേര ഉണ്ടായിരുന്നു, കുറച്ച് പുറകിലോട്ടായിരുന്നു. പേര ഞാൻ എടുത്തില്ല. പേരയ്ക്കയും കുഞ്ഞു പേരയ്ക്ക, അത് കാരണം ഞാൻ എടുക്കാഞ്ഞ്. അതുമല്ല, അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര കാടാണ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. റോഡ് പൊക്കി കെട്ടിയേക്കുന്നതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. ചിലപ്പം വീണ് പോവുകയാണെങ്കിൽ കാലും കൈയൊക്കെ ഓടിയും. അതുകൊണ്ട് ഒരു മയത്തിൽ പുറകിലോട്ട് നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ. ഇനിയിപ്പോൾ ഇതേണ്ടേ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ദേണ്ട നിൽക്കുന്ന പറങ്കിമാവ്. ഇതിൻ്റെ വലത് സൈഡിലാണ് കേട്ടോ. ആ പൊക്കപ്പുറത്താണ് പറങ്കിമാവ്. അതാണ്ട് ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മളെ നാട്ടിൽ പറയണത് വെള്ളറൊട്ടി എന്നാണ് പറയണത്. അടിപൊളിയാണ് കാണാൻ. നമ്മൾ നേരി കാണണം കേട്ടോ. നേരി കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ദേണ്ടേ ആ പൊക്കപ്പുറത്ത് നിന്ന് ഞാൻ വിചാരിച്ച് ഞാനായി ആ കുഴി വീണ് പോയെന്ന്. ശക്കലം കൂടെ കാല് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുഴി പോയനെ. ദേണ്ട കണ്ടോ, വെള്ളറൊട്ടി വീണ്ടും കണ്ടോ, ഒത്തിരി പൂത്ത് കിടക്കണം. നല്ല ഭംഗിയാണ് കാണുമ്പോഴത്തേക്ക് നമുക്ക്. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ടായിരുന്നു. ഞാനതെടുത്തില്ല. അത് കാരണം നമ്മൾ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു. 2 ദിവസം മുന്നേ വന്നതാണെന്ന് തോന്നുന്നു.